AC fundamentals, earthing and wiring instruments. Question number 1. Topic alternating current frequency. ഇന്ത്യയിലെ സാധാരണ ഡൊമസ്റ്റിക് സപ്ലൈ ആയ AC ഓൾട്ടർനേറ്റിംഗ് കറൻറ്റിന് സ്റ്റാൻഡേർഡ് ഫ്രീക്വൻസി എത്രയാണ്? ഓപ്ഷൻ എ 60 ഹെർട്സ്. തെറ്റാണ്. ഇത് USA പോലുള്ള രാജ്യങ്ങളിലെ ഫ്രീക്വൻസിയാണ്. ഓപ്ഷൻ ബി 50 ഹെർട്സ് ശരിയാണ്. ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് AC ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ്. അതായത് കറന്റ് ഒരു സെക്കൻഡിൽ 50 സൈക്കിളുകൾ പൂർത്തിയാക്കുന്നു. ദിശ 100 തവണ മാറും. ഓപ്ഷൻ സി 0 ഹെർട്സ്. തെറ്റാണ്. ഫ്രീക്വൻസി 0 ആയിരിക്കുന്നത് DC കറൻറ്റിനാണ്. ഓപ്ഷൻ ഡി 100 ഹെർട്സ്. തെറ്റാണ്. നമ്മുടെ നാട്ടിൽ വാങ്ങാൻ കിട്ടുന്ന എല്ലാ ഫാൻ, ഫ്രിഡ്ജ് തുടങ്ങിയ ഉപകരണങ്ങളുടെ പുറകിലും 230 വോൾട്ട് 50 ഹെർട്സ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. ക്വസ്റ്റ്യൻ നമ്പർ 2. ടോപ്പിക് AC സർക്യൂട്ട്സ് RMS വാല്യൂ. നമ്മൾ സാധാരണ AC വോൾട്ട് മീറ്റർ ഉപയോഗിച്ച് അളക്കുന്ന വോൾട്ടേജ് വാല്യൂ, ഉദാഹരണത്തിന് 230 വോൾട്ട് ACയുടെ ഏത് വാല്യൂവിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ പീക്ക് വാല്യൂ. തെറ്റാണ്. പീക്ക് വാല്യൂ ഇതിനേക്കാൾ കൂടുതലായിരിക്കും. പീക്ക് വാല്യൂ ഈസ് VRMS ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 2. ഓപ്ഷൻ ബി ആവറേജ് വാല്യൂ. തെറ്റാണ്. ഓപ്ഷൻ സി RMS വാല്യൂ. റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. ഉത്തരം ശരിയാണ്. എല്ലാ AC മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റുകളും അമീറ്റർ, വോൾട്ട് മീറ്റർ ACയുടെ RMS വാല്യൂ ആണ് കണക്കാക്കുന്നത്. ഇതിനെ എഫക്റ്റീവ് വാല്യൂ എന്നും വിളിക്കാറുണ്ട്. ഓപ്ഷൻ ഡി ഇൻസ്റ്റന്റേനിയസ് വാല്യൂ. തെറ്റാണ്. ഹിൻഡ് DC കറന്റിന് തുല്യമായ ഹീറ്റിംഗ് എഫക്റ്റ് തരുന്ന AC വാല്യൂ ആണിത്. ക്വസ്റ്റ്യൻ നമ്പർ 3. ടോപ്പിക് പവർ ഫാക്ടർ. ഒരു AC സർക്യൂട്ടിലെ പവർ ഫാക്ടർ എന്നത് താഴെ പറയുന്നവയിൽ ഏതിൻ്റെയൊക്കെ അനുപാതമാണ്? റേഷ്യോയാണ്. ഓപ്ഷൻ എ ട്രൂ പവർ ഡിവൈഡഡ് ബൈ അപ്പാരൻറ്റ് പവർ. ശരിയാണ്. എക്യുപ്മെൻറ്റുകളുടെ കാര്യക്ഷമത കൂട്ടാൻ പവർ ഫാക്ടർ എപ്പോഴും 1ന് അടുത്തായിരിക്കും. ഓപ്ഷൻ ബി അപ്പാരൻറ്റ് പവർ ഡിവൈഡഡ് ബൈ ട്രൂ പവർ. തെറ്റാണ്. ഇതിൻ്റെ നേരെ തലതിരിച്ചുള്ള രൂപമാണ്. ഓപ്ഷൻ സി റിയാക്റ്റീവ് പവർ ഡിവൈഡഡ് ബൈ ട്രൂ പവർ. തെറ്റാണ്. ഓപ്ഷൻ ഡി വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട്. തെറ്റാണ്. ഹിൻഡ് റെസിസ്റ്റൻസും ഇമ്പിഡൻസും വെച്ച് ഇത് പറയാം. പവർ ഫാക്ടർ R ഡിവൈഡഡ് ബൈ Z. ക്വസ്റ്റ്യൻ നമ്പർ 4. ടോപ്പിക് ഇൻഡക്റ്റീവ് സർക്യൂട്ട്സ്. പവർ ഫാക്ടർ. ഒരു പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ, ഉദാഹരണത്തിന് ചോക്ക് കോയിൽ മാത്രം ഉള്ളപ്പോൾ വോൾട്ടേജും കറൻറ്റും തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? ഓപ്ഷൻ എ കറൻറ്റും വോൾട്ടേജും ഇൻ ഫേസ് ആയിരിക്കും. തെറ്റാണ്. ഇത് റെസിസ്റ്റീവ് സർക്യൂട്ടിലാണ് സംഭവിക്കുക. ഓപ്ഷൻ ബി കറൻറ്റ് വോൾട്ടേജിനേക്കാൾ 90 ഡിഗ്രി ലീഡ് ചെയ്യും. തെറ്റാണ്. ഇത് കപ്പാസിറ്റീവ് സർക്യൂട്ടിലാണ് സംഭവിക്കുക. ഓപ്ഷൻ സി കറൻറ്റ് വോൾട്ടേജിനേക്കാൾ 90 ഡിഗ്രി ലാഗ് ചെയ്യും. ശരിയാണ്. ഇൻഡക്ടറുകൾ കറൻറ്റിൻ്റെ ചേഞ്ചിനെ തടയുന്നതിനാൽ കറൻറ്റ് വോൾട്ടേജിനേക്കാൾ 90 ഡിഗ്രി ലാഗ് ചെയ്യും. ഓപ്ഷൻ ഡി കറൻറ്റ് വോൾട്ടേജിനേക്കാൾ 180 ഡിഗ്രി പുറകിലായിരിക്കും. തെറ്റാണ്. ഹിൻഡ് ഇൻഡക്റ്റീവ് ലോഡുകൾ, മോട്ടോർ, ഫാൻ സർക്യൂട്ടിൽ കൂടുമ്പോൾ പവർ ഫാക്ടർ കുറയും. ക്വസ്റ്റ്യൻ നമ്പർ 5. ടോപ്പിക് എർത്തിങ്, പൈപ്പ് എർത്തിങ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് IS സ്പെസിഫിക്കേഷൻ പ്രകാരം പൈപ്പ് എർത്തിങ് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട GI ഗാൽവനൈസ്ഡ് അയൺ പൈപ്പിൻ്റെ മിനിമം ഡയമീറ്റർ എത്രയായിരിക്കും? ഓപ്ഷൻ എ 19 mm. തെറ്റാണ്. ഓപ്ഷൻ ബി 38 mm. ശരിയാണ്. പൈപ്പ് എർത്തിങ്ങിനായി ഉപയോഗിക്കുന്ന GI പൈപ്പിൻ്റെ ഇൻറ്റേർണൽ ഡയമീറ്റർ കുറഞ്ഞത് 38 mm നീളം കുറഞ്ഞത് 2.5 മീറ്ററും ആയിരിക്കണം. ഓപ്ഷൻ സി 50 mm. തെറ്റാണ്. ഓപ്ഷൻ ഡി 10 mm. തെറ്റാണ്. ഹിൻഡ് എർത്ത് റെസിസ്റ്റൻസ് കുറച്ചു നിർത്താൻ പൈപ്പിന് ചുറ്റും കരിയും സോൾട്ടും ലെയറുകളായി ഇടാറുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 6. ടോപ്പിക് സേഫ്റ്റി ഡിവൈസസ് ECB ഓർ RCCB. വീടുകളിൽ ഉണ്ടാകുന്ന ചെറിയ ലീക്കേജ് കറൻറ്റും മനുഷ്യർക്ക് ഷോക്ക് അടിക്കുന്നതും തടയാൻ മെയിൻ ബോർഡിൽ നിർബന്ധമായും വയ്ക്കേണ്ട ഉപകരണം ഏതാണ്? ഓപ്ഷൻ എ MCB മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. തെറ്റാണ്. MCB വയ്ക്കുന്നത് ഓവർലോഡിനും ഷോർട്ട് സർക്യൂട്ടിനും മാത്രമാണ് സംരക്ഷണം നൽകുന്നത്. ഓപ്ഷൻ ബി RCCB ഓർ ELCB. ശരിയാണ്. റെസിഡ്യുവൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ RCCB അല്ലെങ്കിൽ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ ആണ്. ലീക്കേജ് കറണ്ട് തിരിച്ചറിഞ്ഞ് മില്ലി സെക്കൻഡുകൾക്കുള്ളിൽ
ട്രിപ്പ് ആകുന്നത്. ഓപ്ഷൻ സി HRC ഫ്യൂസ് തെറ്റാണ്. ഇത് വലിയ ഇൻഡസ്ട്രിയൽ കറണ്ടുകൾക്കാണ് ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ ഡി ഐസോലേറ്റർ സ്വിച്ച് തെറ്റാണ്. ഇത് വെറും ഒരു മാനുവൽ സ്വിച്ച് മാത്രമാണ്, തനിയെ ട്രിപ്പ് ആകില്ല. ഹിന്റ്: മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ ഡൊമസ്റ്റിക് വയറിങ്ങിൽ 30 mA റേറ്റിംഗ് ഉള്ള RCCB ആണ് ഉപയോഗിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 7. ടോപ്പിക് മെഷർമെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. മെഗർ. ഒരു മെഗർ ഇൻസുലേഷൻ ടെസ്റ്റർ പ്രവർത്തിക്കുമ്പോൾ അത് പുറപ്പെടുവിക്കുന്ന വോൾട്ടേജ് ഏത് തരത്തിലുള്ളതാണ്? ഓപ്ഷൻ എ ലോ വോൾട്ടേജ് AC തെറ്റാണ്. ഓപ്ഷൻ ബി ഹൈ വോൾട്ടേജ് DC ശരിയാണ്. മെഗർ അതിൻ്റെ ഉള്ളിലെ ചെറിയ ജനറേറ്റർ വഴി ഉയർന്ന DC വോൾട്ടേജ്, സാധാരണയായി 500 വോൾട്ട് അല്ലെങ്കിൽ 1000 വോൾട്ട് DC ആണ് ഉണ്ടാക്കുന്നത്. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യാൻ AC വോൾട്ടേജ് ഉപയോഗിക്കാറില്ല. ഓപ്ഷൻ സി ലോ വോൾട്ടേജ് DC തെറ്റാണ്. ഓപ്ഷൻ ഡി ഹൈ വോൾട്ടേജ് AC തെറ്റാണ്. ഹിന്റ്: ഉയർന്ന മെഗാ ഓം റെസിസ്റ്റൻസ് അളക്കാൻ ഹൈ വോൾട്ടേജ് DC തന്നെ വേണം. ക്വസ്റ്റ്യൻ നമ്പർ 8. ടോപ്പിക് AC സർക്യൂട്ട്സ്. ഇംപിഡൻസ്. ഒരു RLC സീരീസ് സർക്യൂട്ടിൽ കറന്റിനുണ്ടാകുന്ന ആകെ തടസ്സത്തെ വിളിക്കുന്ന പേർ എന്താണ്? ഓപ്ഷൻ എ റെസിസ്റ്റൻസ് തെറ്റാണ്. ഇത് പ്യുവർ റെസിസ്റ്റൻസിൻ്റെ മാത്രം തടസ്സമാണ്. ഓപ്ഷൻ ബി റിയാക്റ്റൻസ് തെറ്റാണ്. ഇത് ഇൻഡക്ടറിൻ്റെയോ കപ്പാസിറ്ററിൻ്റെയോ മാത്രം തടസ്സമാണ്. ഓപ്ഷൻ സി ഇംപിഡൻസ് ശരിയാണ്. റെസിസ്റ്റൻസും റിയാക്റ്റൻസും ചേർന്നുള്ള ആകെ തടസ്സത്തെയാണ് ഇംപിഡൻസ് എന്ന് വിളിക്കുന്നത്. സെഡ്. ഇതിൻ്റെ യൂണിറ്റും ഓം തന്നെയാണ്. സെഡ് √R² + XL - XC². ഓപ്ഷൻ ഡി അഡ്മിറ്റൻസ് തെറ്റാണ്. ഇത് ഇംപിഡൻസിൻ്റെ ഓപ്പോസിറ്റ് ആണ്. ഹിന്റ്: AC സർക്യൂട്ടുകളിലും ഓം നിയമം എഴുതുമ്പോൾ I V/Z എന്നാണ് ഉപയോഗിക്കാറ്. ക്വസ്റ്റ്യൻ നമ്പർ 9. ടോപ്പിക് കപ്പാസിറ്റീവ് സർക്യൂട്ട്. പവർ ഫാക്ടർ. ഒരു AC സർക്യൂട്ടിലേക്ക് ഒരു കപ്പാസിറ്റർ പാരലൽ ആയി കണക്ട് ചെയ്താൽ ആ സർക്യൂട്ടിലെ പവർ ഫാക്ടറിന് എന്ത് മാറ്റം വരും? ഓപ്ഷൻ എ പവർ ഫാക്ടർ കുറയും. തെറ്റാണ്. ഓപ്ഷൻ ബി പവർ ഫാക്ടർ കൂടും. ശരിയാണ്. കപ്പാസിറ്ററുകൾ ലീഡിംഗ് കറന്റ് ഉണ്ടാക്കുന്നു. ഇത് ഇൻഡക്റ്റീവ് ലോഡുകൾ കാരണം കുറഞ്ഞുപോയ പവർ ഫാക്ടറിനെ തിരികെ കൂട്ടി ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. ഓപ്ഷൻ സി പവർ ഫാക്ടർ 0 തെറ്റാണ്. മാറ്റമൊന്നും ഉണ്ടാകില്ല. തെറ്റാണ്. ഹിന്റ്: സബ്സ്റ്റേഷനുകളിലും ഫാക്ടറികളിലും വയ്ക്കുന്ന വലിയ കപ്പാസിറ്റർ ബാങ്കുകളുടെ പ്രധാന ജോലി ഇതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 10. ടോപ്പിക് വയർ ഓർ കേബിൾ സ്പ്ലൈസിംഗ്. ജോയിൻസ്. ഓവർഹെഡ് ലൈനുകളിൽ വലിയ തോതിലുള്ള വലിവിനെ ടെൻസൈൽ സ്ട്രെസ് താങ്ങാൻ തക്ക ശക്തമായ ഏതുതരം വയർ ജോയിൻ്റ് ആണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ ബ്രിട്ടാനിയ ജോയിൻ്റ് തെറ്റാണ്. ഇത് ടെലിഗ്രാഫ് ലൈനുകൾക്കും ഇൻഡോർ വയറിങ്ങിനുമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ ബി വെസ്റ്റേൺ യൂണിയൻ ജോയിൻ്റ് ശരിയാണ്. ഓവർഹെഡ് ലൈനുകളിലെ കണ്ടക്ടറുകൾ തമ്മിൽ നീളത്തിൽ കൂട്ടിച്ചേർക്കാനും വലിയ വലിവിനെ പ്രതിരോധിക്കുവാനും വെസ്റ്റേൺ യൂണിയൻ ജോയിൻ്റ് ആണ് ഏറ്റവും അനുയോജ്യം. ഓപ്ഷൻ സി ട്രീ ജോയിൻ്റ് തെറ്റാണ്. ഇത് മെയിൻ ലൈനിൽ നിന്നും ഒരു ബ്രാഞ്ച് ലൈൻ താഴേക്ക് എടുക്കാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ ഡി സാക്രിഫൈഡ് ജോയിൻ്റ് തെറ്റാണ്. ഹിന്റ്: ലൈനുകൾ വലിയ കാറ്റിലും മറ്റും വലിഞ്ഞു പൊട്ടിപ്പോകാതിരിക്കാൻ ഈ ജോയിൻ്റ് സഹായിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 11. ടോപ്പിക് ഇലക്ട്രിക്കൽ മെഷർമെൻറ്റ്. എനർജി മീറ്റർ. നമ്മുടെ വീടുകളിൽ KSEB സ്ഥാപിച്ചിട്ടുള്ള എനർജി മീറ്റർ ഏതുതരം ഇൻസ്ട്രുമെൻ്റ് വിഭാഗത്തിലാണ് പെടുന്നത്? ഓപ്ഷൻ എ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ്. റീസൺ: തെറ്റാണ്. വോൾട്ട് മീറ്ററും അമീറ്ററും ഒക്കെയാണ് ഇൻഡിക്കേറ്റിംഗ്, അപ്പോഴത്തെ വാല്യൂ മാത്രം സൂചിപ്പിക്കുന്നവ. ഓപ്ഷൻ ബി ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് ശരിയാണ്. എനർജി മീറ്ററുകൾ ഒരു നിശ്ചിത കാലയളവിൽ ഉപയോഗിച്ച് ആകെ ഊർജം കൂട്ടിവെക്കുന്നു, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് അവയെ ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്ന് വിളിക്കുന്നു. ഓപ്ഷൻ ഇ റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻ്റ് തെറ്റാണ്. ഗ്രാഫ് പേപ്പറിൽ മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്നവയാണ് റെക്കോർഡിംഗ്. ഓപ്ഷൻ ഡി അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻ്റ് തെറ്റാണ്. കഴിഞ്ഞ മാസം ഉപയോഗിച്ച റീഡിങ്ങിനോട് ഈ മാസത്തെ റീഡിംഗ് പ്ലസ് ആയി വരുന്നത് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 12. ടോപ്പിക് എർത്ത് റെസിസ്റ്റൻസ്. ഒരു സാധാരണ ലാർജ് പവർ സബ്സ്റ്റേഷനിലെ അനുവദനീയമായ പരമാവധി എർത്ത് റെസിസ്റ്റൻസ് എത്രയായിരിക്കും? ഓപ്ഷൻ എ 5 ഓം തെറ്റാണ്. ഇത് ചെറുകിട വീടുകൾക്ക് ആകാം. ഓപ്ഷൻ ബി 0.5 ഓം ശരിയാണ്. റീസൺ: വലിയ സബ്സ്റ്റേഷനുകളിൽ സുരക്ഷ വളരെ പ്രധാനമായതിനാൽ എർത്ത് പ്രതിരോധം എപ്പോഴും 0.5 ഓമിനും താഴെ ആയിരിക്കും.
ഓപ്ഷൻ സി 10 ഓം തെറ്റാണ്. ഓപ്ഷൻ ഡി 100 ഓം തെറ്റാണ്. ഹിന്റ് സബ്സ്റ്റേഷൻ വലുതാകും തോറും എർത്ത് റെസിസ്റ്റൻസ് വാല്യൂ പരമാവധി കുറച്ച് നിർത്തണം. ക്വസ്റ്റ്യൻ നമ്പർ 13 ടോപ്പിക് എർത്തിങ് ഇന്റർ കണക്ഷൻ. ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ സുരക്ഷ കൂട്ടാനായി ന്യൂട്രൽ എർത്തിങ്ങും എക്യുപ്മെന്റ് ബോഡി എർത്തിങ്ങും തമ്മിൽ എങ്ങനെയുള്ള ബന്ധമാണ് ഉണ്ടായിരിക്കേണ്ടത്? ഓപ്ഷൻ എ രണ്ടും ഒരേ എർത്ത് പൈപ്പിലേക്ക് നേരിട്ട് കൊടുക്കാം. തെറ്റാണ്. ഇത് അപകടമാണ്. ലീക്കേജ് ഉണ്ടായാൽ ന്യൂട്രലിൽ വോൾട്ടേജ് വരാം. ഓപ്ഷൻ ബി രണ്ടും പൂർണ്ണമായും വെവ്വേറെ എർത്ത് ഇലക്ട്രോഡുകളിലേക്ക് കൊടുക്കണം. ശരിയാണ്. റീസൺ സിസ്റ്റം സുരക്ഷയ്ക്കായി മെഷീൻ്റെ ബോഡി എർത്തിങ്ങും ട്രാൻസ്ഫോമർ മെയിൻ ലൈൻ ന്യൂട്രൽ എർത്തിങ്ങും വെവ്വേറെ സെപ്പറേറ്റ് ഇലക്ട്രോഡുകൾ വഴി തന്നെ ചെയ്യണം. ഓപ്ഷൻ സി ന്യൂട്രൽ എർത്തിങ് ചെയ്യേണ്ട ആവശ്യമില്ല. തെറ്റാണ്. ഓപ്ഷൻ ഡി സീരീസ് ആയി കണക്ട് ചെയ്യണം. തെറ്റാണ്. ഹിന്റ് ഒരെണ്ണത്തിൽ ഫോൾട്ട് ഉണ്ടായാൽ അത് മറ്റേതിനെ ബാധിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 14 ടോപ്പിക് ഫോം ഫാക്ടർ ഓഫ് എ സി. ഒരു സ്റ്റാൻഡേർഡ് സൈൻ വേവ് എ സിയുടെ ഫോം ഫാക്ടർ വാല്യൂ എത്രയാണ്? ഓപ്ഷൻ എ 1.414. തെറ്റാണ്. ഇത് പീക്ക് ഫാക്ടർ ആണ്. പീക്ക് ഫാക്ടർ ഇസ് ഈക്വൽ ടു പീക്ക് വാല്യൂ ഡിവൈഡഡ് ബൈ RMS വാല്യൂ. ഓപ്ഷൻ ബി 1.11. ശരിയാണ്. ഫോം ഫാക്ടർ ഇസ് ഈക്വൽ ടു RMS വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ ആണ്. സൈൻ വേവിൻ്റെ കാര്യത്തിൽ ഇത് എപ്പോഴും 1.11 ആയിരിക്കും. ഓപ്ഷൻ സി 0.707. തെറ്റാണ്. ഓപ്ഷൻ ഡി 0.637. തെറ്റാണ്. 0.707 എന്നത് RMS വാല്യൂവും 0.637 എന്നത് ആവറേജ് വാല്യൂവും ആണ്. ഹിന്റ് PSC പരീക്ഷകളിൽ സ്ഥിരമായി ചോദിക്കുന്ന ഡയറക്റ്റ് വാല്യൂ ചോദ്യമാണ് ഇത്. ക്വസ്റ്റ്യൻ നമ്പർ 15 റെസൊണൻസ് ഇൻ RLC സർക്യൂട്ട്സ്. ഒരു RLC സർക്യൂട്ട് റെസൊണൻസ് അവസ്ഥയിൽ എത്തുമ്പോൾ, അതായത് XL = XC ആകുമ്പോൾ ആ സർക്യൂട്ടിലെ ആകെ ഇംപിഡൻസ് എത്രയായിരിക്കും? ഓപ്ഷൻ എ മാക്സിമം. തെറ്റാണ്. ഇത് പാരലൽ റെസൊണൻസിലാണ് സംഭവിക്കുക. ഓപ്ഷൻ ബി മിനിമം =R. ശരിയാണ്. സീരീസ് റെസൊണൻസിൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും കപ്പാസിറ്റീവ് റിയാക്റ്റൻസും പരസ്പരം ക്യാൻസൽ ആയി പോകുന്നു. അപ്പോൾ ടോട്ടൽ ഇംപിഡൻസ് ഏറ്റവും കുറഞ്ഞ റെസിസ്റ്റൻസിന് തുല്യമായിരിക്കും. Z = R ആയിരിക്കും. കറന്റ് മാക്സിമം ആയിരിക്കും. ഓപ്ഷൻ സി ഇൻഫിനിറ്റി. തെറ്റാണ്. ഓപ്ഷൻ ഡി 0. തെറ്റാണ്. ഹിന്റ് ഈ അവസ്ഥയിൽ സർക്യൂട്ടിൻ്റെ പവർ ഫാക്ടർ പ്യുവർ ലീനിയർ അഥവാ 1 യൂണിറ്റി പവർ ഫാക്ടർ ആയിരിക്കും.